മലപ്പുറത്തേക്ക് പോകാം. മലപ്പുറം താനൂരിലുണ്ടായ ബോട്ട് അപകടത്തിൽ അന്വേഷണം തുടരുകയാണ്. തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കേസിൽ പിടിയിലായ ബോട്ടുടമ നാസറിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. നാസറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് സൂചന. അതേസമയം ഒളിവിൽ പോയ ബോട്ട് ജീവനക്കാരെ കണ്ടെത്താനായില്ല. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്? വിജി, പ്രധാനമായും ഈ കേസിലെ ഒന്നാം പ്രതിയും ബോട്ടുടമയുമായ നാസറിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. മലപ്പുറത്തെ ക്യാമ്പ് ഓഫീസിൽ വെച്ചാണ് ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതേസമയം തന്നെ ഈ ബോട്ട് ഓടിച്ച സ്രാങ്ക് ദിനേശിനെയും സഹായി രാജനെയും ഇതുവരെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. ഇവർ ഒളിവിൽ പോയിരിക്കുന്നു എന്നൊരു വിവരമാണ് പോലീസിന് ലഭിച്ചത്. പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെ 22 പേരുടെ മരണത്തിനിടയാക്കിയ വലിയൊരു ദുരന്തമാണ് ഈ താനൂരിൽ നടന്നിരുന്നത്. കേരളം പോലും വിറങ്ങലിച്ചു പോയ ഒരു ദുരന്തം. ആ ദുരന്തത്തിലെ പ്രധാന പ്രതി നാസറിനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇയാളെ അല്പസമയം മുൻപാണ് മലപ്പുറം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയത്. അതിനുശേഷം വീണ്ടും ഇയാളെ ചോദ്യം ചെയ്യൽ നടപടികൾ തുടങ്ങിയിരിക്കുന്നു. കാരണം ഈ ബോട്ട് എന്ന് പറയുന്നത് മത്സ്യബന്ധന ബോട്ട് വാങ്ങി അത് രൂപമാറ്റം വരുത്തി പിന്നീട് ടൂറിസ്റ്റ് ബോട്ടാക്കി മാറ്റിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതിൽ എന്തെങ്കിലും നിയമലംഘനം നടന്നോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഉൾനാടൻ ജലഗതാഗത നിയമം പൂർണ്ണമായും ലംഘിക്കപ്പെട്ടു എന്നൊരു സാഹചര്യം ഈ അപകടം നടക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം 22 പേർക്ക് മാത്രം കയറ്റാവുന്ന ബോട്ടിൽ 30-ലധികം ആളുകളെ കയറ്റി കൃത്യമായ കണക്ക് ലഭ്യമായിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കുന്നുണ്ട്. ഫിജി, ജീവനക്കാർ ഒളിവിലാണ്. അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ, പിടികൂടാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ്? അവർക്കായുള്ള അന്വേഷണം പോലീസ് ശക്തമാക്കിയിട്ടുണ്ട്. കാരണം ഈ നേരത്തെ ഒളിവിൽ പോയ ഒന്നാം പ്രതി നാസറിനെ പിടികൂടിയത് കോഴിക്കോട് വെച്ചാണ്. പിന്നീട് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇയാളെ മലപ്പുറത്തെ ക്യാമ്പ് ഓഫീസിലേക്ക് എത്തിച്ചത്. ആദ്യം താനൂരിലെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കാനായിരുന്നു ശ്രമമുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അവിടെ ആളുകൾ തടിച്ചുകൂടിയ സാഹചര്യത്തിൽ ജനരോഷം ഭയന്ന് അയാളെ പിന്നീട് ക്യാമ്പ് ഓഫീസിലേക്ക് മാറ്റി അവിടെ നിന്നും ചോദ്യം ചെയ്യുകയായിരുന്നു. അതേസമയം തന്നെ ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത് ഈ 2 പേർക്ക്, അതായത് സ്രാങ്ക് ദിനേശിനും ഒപ്പം തന്നെ സഹായി രാജനും വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ്. കാരണം ഈ സ്രാങ്കിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്നൊരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ബോട്ടിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഉണ്ടായിരുന്നില്ല എന്നൊരു വിവരം ലഭിക്കുന്നു. കാരണം അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായൊരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. കൂടാതെ സംസ്ഥാന സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാനാവിധമായ കാര്യങ്ങൾ, വിവിധ തലത്തിലുള്ള അന്വേഷണം എന്തായാലും നടക്കുമെന്ന് ഉറപ്പാണ്. ഇപ്പോൾ പ്രധാനമായും പോലീസിന് മുൻപിലുള്ള കാര്യം മറ്റ് കൂട്ടുപ്രതികളെ കണ്ടെത്തുക. ഒപ്പം തന്നെ പ്രധാന പ്രതി ഒന്നാം പ്രതിയായ ബോട്ടുടമ നാസറിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിച്ചുകൊണ്ട് അപകടത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തുക. അതിലുപരി ഈ നാസറിനെതിരെ കൂടുതൽ ശക്തമായ വകുപ്പുകൾ ചുമത്തും എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. അത് വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും. ഫിജി, ശരി. റിയാസ് KMR റിപ്പോർട്ട് ചെയ്യും.